ഹായ് ഓൾ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. എന്തെല്ലാം വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു സ്പെഷ്യൽ വീഡിയോ ആണ് കേട്ടോ. ശരിക്കും നിങ്ങൾ ഞെട്ടുന്നൊരു വീഡിയോ എന്ന് തന്നെ പറയാം. നമ്മുടെ വീട്ടിൽ 100 വർഷം പഴക്കമുള്ള പാത്രങ്ങളാണേലോ അല്ലെങ്കിൽ ബാത്റൂമുകളാണേലോ അല്ലെങ്കിൽ വീടിൻ്റെ മുക്കിലും മൂലയിലുള്ള എന്താ പറയുക തുരുമ്പോ പൂപ്പലോ പായലോ എന്തുണ്ടെങ്കിലും എത്ര പഴക്കമുള്ളതാണെങ്കിലും നിമിഷ നേരം കൊണ്ട് മാറ്റി മറിക്കുന്ന ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ വീഡിയോയിലേക്ക് പോയാലോ? വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേറ്റ് എനിക്ക് ചാനൽ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ ഈ 2 പ്രൊഡക്ട്സാണ് കേട്ടോ ശരിക്കും നമ്മുടെ അത്ഭുതപ്പെടുത്തുന്ന. ഒരു 100-200 വർഷം മുന്നേ എന്ത് വീട്ടിലുണ്ടോ നമ്മൾ എത്രയോ സാധനങ്ങൾ വാങ്ങിച്ച് പരീക്ഷിച്ച് അത്രയും മല്ലിട്ടിട്ട് നമുക്ക് കടുത്ത് കറകൾ പോവാണ്ട് നമ്മൾ ഒഴിവാക്കിയിട്ട സാധനങ്ങളുണ്ടാവില്ലേ, ഇനി പോവില്ല ഇത് പരീക്ഷിച്ച് കാര്യമില്ല എന്ന് നമ്മൾ മൈൻഡിൽ വിട്ട സാധനങ്ങളുണ്ടാവില്ലേ, അതിനെപ്പോലും നിങ്ങൾക്ക് തിളക്കമുള്ളതാക്കിയിട്ട് മാറ്റി മറിക്കുന്ന 2 പ്രൊഡക്ട്സാണ് കേട്ടോ ഇത്. അതായത് EarthMuskൻ്റെ മൾട്ടിപർപ്പസ് ക്ലീനിങ് ലിക്വിഡും EarthMuskൻ്റെ HSR അതായത് സ്റ്റെയിൻ റിമൂവിങ് ലിക്വിഡും. ഈ രണ്ടാണ് ശരിക്കും നമ്മുടെ കഥയിലെ താരം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് ഉപയോഗിച്ചിട്ട് എങ്ങനെയൊക്കെ മാറ്റം വരുത്താന്നുള്ളത് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അതായത് ഇത് പരിചയപ്പെടുത്തി തരാൻ വേണ്ടിയിട്ട് നമുക്ക് ചെന്നൈയിൽ നിന്ന് 2 പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ എൻ്റെ വീട്ടിൽ വന്നിട്ട് ലൈവായിട്ട് എനിക്ക് കാണിച്ചു തന്നിട്ട് ഞാൻ പോലും ഞെട്ടിപ്പോയ അത്രയും റിസൾട്ട് ഇതിനുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് എൻ്റെ വ്യൂവേഴ്സിന് ധൈര്യത്തിൽ ഈ ഒരു പ്രൊഡക്റ്റ് പരിചയപ്പെടുത്തി തരുന്നത്. കാരണം അത്രയും ഓരോരുത്തർ നമ്മുടെ നിത്യേന നമ്മുടെ വീട്ടിലൊക്കെ നമുക്ക് അത്രയും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയതുകൊണ്ടാണ് കേട്ടോ ഞാൻ പരിചയപ്പെടുത്തി തരുന്നത്. അപ്പോൾ ഇവർ 2 പേരാണ് ലൈവ് റിസൾട്ട് കാണിക്കാൻ വേണ്ടിയിട്ട് വീട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിലെ വർക്ക് ഏരിയയിൽ വരുന്ന ബാത്റൂമാണ് കേട്ടോ ഇത് വന്നിട്ട്. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ മനസ്സിലാവും എന്തായാലും ഒരു പുതിയ ബാത്റൂം പോലെ തന്നെ ഇല്ല, കാരണം ടൈലും കാര്യങ്ങളും ഒന്നും ആയിട്ടില്ല. പക്ഷേ ഈ ഒരു ബാത്റൂമിലെ ക്ലോസറ്റ് കണ്ടില്ലേ, ഇതാണ് കേട്ടോ അവസ്ഥ. ഇതെന്താ ഇങ്ങനെ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മളിപ്പം വീട്ടിൽ കൂടിയിട്ട് ഏകദേശം 6 വർഷമായി. പക്ഷേ ആ സമയത്ത് തന്നെ വീട്ടിൽ കൂടുന്ന സമയത്ത് പണിയെടുത്ത് ബാത്റൂമിൻ്റെ പണിയൊക്കെ എടുത്ത സമയത്ത് തന്നെ ക്ലോസറ്റിൽ അവരുടെ അടുത്ത് എന്തോ കറയോ കാര്യങ്ങളോ ആയിട്ടാന്ന് അറിയില്ല, പണിക്കാരുടെ അടുത്തുനിന്ന് ഇങ്ങനെ തന്നെയാണ് കേട്ടോ ഇതിൻ്റെ ക്ലോസറ്റിൻ്റെ രൂപം എന്ന് പറയുന്നത്. നമ്മൾ അത്രയും കഷ്ടപ്പെട്ടിന് എന്തെല്ലാം സാധനങ്ങൾ വാങ്ങിച്ച് വരച്ച് നോക്കി, അങ്ങനെയൊന്നും പോകുന്നില്ല. എന്നിട്ട് നമ്മൾ ഈ ഒരു ബാത്റൂം ഒഴിവാക്കിയിട്ട് മീൻസ് നമ്മളിത് യൂസ് ചെയ്യില്ല, കാരണം വീണ്ടും വീണ്ടും കറ കൂടണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ അങ്ങനെ ഈ ഒരു ബാത്റൂം യൂസ് ചെയ്യാറില്ല. അപ്പോൾ നമ്മൾ പെട്ടെന്ന് ആരെങ്കിലും പുറമേ നിന്നൊക്കെ വന്നിട്ട് ബാത്റൂമിൽ പോവുകയാണെങ്കിൽ യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആൾക്കാർ വിചാരിക്കും ഇതെന്തോളം ഇവർ ക്ലീൻ ചെയ്യലില്ലേ എന്നുള്ളത്. സംഭവം നമ്മൾ ക്ലീൻ ചെയ്യാനായിട്ടല്ല, എല്ലാം പരീക്ഷിച്ച് നമ്മളിത് ഒഴിവാക്കി ഇട്ട സംഭവമാണ് കേട്ടോ. അപ്പോൾ പക്ഷേ നല്ല ബാത്റൂമായിരുന്നു, നല്ല എന്താ പറയുക പുറത്ത് വർക്ക് ഏരിയയിൽ വരുന്നതാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ടൈലും കാര്യം തന്നെ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും അത്രയും പുതിയതാണ് കേട്ടോ, അങ്ങനെ യൂസ് ചെയ്തിട്ടേ ഇല്ല. പക്ഷേ എന്താണ് ഇങ്ങനെ ഈ ഒരു പ്രശ്നം വന്നതുകൊണ്ട് നമ്മൾ വിചാരിച്ച് ഇത് കൂടിയിട്ട് പിന്നെയും കറ കൂടിയിട്ട് ഒട്ടും തന്നെ ആൾക്കാരെല്ലാം വരുമ്പോൾ എന്തോ ഒരു പോലെ തോന്നിക്കണ്ടെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ യൂസ് ചെയ്യില്ല. അപ്പോൾ നമ്മൾ വിചാരിച്ച് ഇനിയിപ്പോൾ വീട്ടിൽ അനിയത്തിൻ്റെ മാരേജ് ഫംഗ്ഷനും കാര്യങ്ങളെല്ലാം വരുമ്പോൾ എന്തായാലും ബാത്റൂമിൻ്റെ പണിയും കാര്യമെല്ലാം നടക്കുമല്ലോ, ആ ടൈമിൽ ഈ ക്ലോസറ്റ് മാറ്റാമെന്നുള്ള രീതിക്ക് ഇങ്ങനെ വെച്ചിരുന്നതാണ് കേട്ടോ. അങ്ങനെയല്ലേ പെട്ടെന്ന് നമ്മുടെ ഈ ഒരു EarthMuskൻ്റെ പ്രൊഡക്റ്റും കൊണ്ട് ഇവർ വന്നത്. അങ്ങനെ അവരതിൻ്റെ തന്നെ ഫസ്റ്റ് സ്റ്റാർട്ടിങ് വന്ന ഉടനെ തന്നെ അതന്നെ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. അപ്പോൾ EarthMuskൻ്റെ 2 പ്രൊഡക്റ്റ് അല്ല, അതിൽ മൾട്ടിപർപ്പസ് ക്ലീനിങ് ലിക്വിഡ് ഫസ്റ്റ് ഇതുപോലത്തെ ഒരു മഗ്ഗിൽ ഏകദേശം എനിക്ക് തോന്നുന്നു 1 ടേബിൾ സ്പൂൺ അങ്ങനെ ഒഴിച്ചിട്ടുണ്ടാവും. അതിൽ നിറയെ വെള്ളം ഒഴിച്ചിട്ട് കണ്ടില്ല നല്ല പത വന്നിട്ടുള്ളത്. അപ്പോൾ അതാ പറഞ്ഞത് അവർ പറയുന്നുണ്ട് നിങ്ങൾ ഓരോ ബോട്ടിൽ വെച്ചിട്ട് ഇത് വാങ്ങിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ശരിക്കും 1 വർഷത്തിൻ്റെ മേലെ നിങ്ങൾക്ക് യൂസ് ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. അങ്ങനെ അവരത് കലക്കിയിട്ട് ഈ ഒരു ബാത്റൂമിൽ മൊത്തത്തിൽ ടൈലാണെങ്കിലും ക്ലോസറ്റ് ആണെങ്കിലും മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് തരും കേട്ടോ. അപ്പോൾ നമ്മളതിപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാമല്ലോ ടൈലൊന്നും അങ്ങനെ പഴക്കയില്ല, കാരണം പുതിയ ടൈൽസാണ്, അങ്ങനെ യൂസ് ചെയ്തിട്ടോ വൃത്തികേടായിട്ടോ ഒന്നുമില്ല. അതെന്നാലും അവർ ജസ്റ്റ് കാണിച്ച് തരുന്നുണ്ട് ക്ലീൻ ചെയ്തിട്ട് ഒരു പ്രശ്നവും ഇല്ല കേട്ടോ. ഇതാ ഇങ്ങനെ എന്തെങ്കിലും ഒരു സ്ക്രബ്ബറോ എന്തെങ്കിലും സ്പോഞ്ചായാലും മതിയല്ലോ, ടൈൽസൊക്കെ വേഗം ക്ലീൻ ആവുന്നതല്ലേ. അങ്ങനെ സ്പോഞ്ചിൽ വെച്ചിട്ട് നന്നായിട്ട് ഉരച്ചിട്ട് റിമൂവ് ചെയ്യാം. അപ്പോൾ നന്നായിട്ട് ജസ്റ്റ് ഒന്ന് സ്പോഞ്ച് വെച്ചിട്ട് ഉരച്ചിട്ട് ജസ്റ്റ് വെള്ളം മാത്രം ഒഴിച്ചു കൊടുത്താൽ മതി എന്ന് അവർ പറയുന്നത്. പിന്നെ എന്തെങ്കിലും പഴക്കമുള്ള ടൈലൊക്കെ ആണെങ്കിൽ നല്ല കറയൊക്കെ ഉണ്ടാവില്ലേ, അങ്ങനെയാണെങ്കിൽ അവർ പറയുന്നുണ്ട് ഒരു 5-10 മിനിറ്റൊക്കെ നിങ്ങൾ ഇങ്ങനെ ഉരച്ചിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുക, എന്നിട്ട് വെള്ളത്ത് കൊണ്ട് കഴുകി കൊടുത്താൽ മതി എന്ന് പറയുന്നുണ്ട്.
അതുപോലെ തന്നെ എല്ലാ വീട്ടിലുള്ള ഭയങ്കര പ്രശ്നമാണ് ഇതുപോലത്തെ നമ്മൾ ടാപ്പ് ഉണ്ടാവില്ല, ടാപ്പിൻ്റെ സൈഡ് കൂടി വെള്ളം ലീക്കായിട്ട് ഒരു മഞ്ഞ കറ വരുത്തല്ലേ. ചില ടൈമിൽ അത് കറ കൂടിക്കഴിഞ്ഞാൽ അതൊട്ടും തന്നെ പോവില്ല. അങ്ങനെ നമ്മുടെ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ, 1-2 സ്ഥലത്ത് ഇതുപോലെ ഈ ഒരു ബാത്റൂമിൽ ഏതെല്ലോ ബാത്റൂമിന് ഇങ്ങനത്തെ പ്രശ്നം ഉണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ അവർ മൊത്തത്തിൽ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്ത്, കാരണം അത് കടുത്ത കറയില്ല, അതിന് വേണ്ടി യൂസ് ചെയ്തത് സ്റ്റെയിൻ റിമൂവൽ ലിക്വിഡാണ് EarthHSR. അപ്പോൾ ഇതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ഒഴിച്ച് അങ്ങനെ അങ്ങ് ഉരച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടും തന്നെ കറ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ സ്റ്റീൽ സ്ക്രബ്ബർ ഇട്ടിട്ട് ഉരക്കുക കേട്ടോ. കാരണം ഭയങ്കര ഉറപ്പായിട്ട് അവിടെ പിടിച്ചിരുന്ന കറയാണെങ്കിൽ ജസ്റ്റ് ഒന്ന് സ്റ്റീൽ സ്ക്രബ്ബർ ഇട്ടിട്ട് ഉരച്ചു കൊടുത്താൽ മതി കേട്ടോ. അതുപോലെ തന്നെ മിക്ക വീട്ടിലും ബാത്റൂമിലേക്ക് ഇറങ്ങുന്ന ആ ഒരു സ്റ്റെപ്പിൻ്റെ സൈഡിൽ ചെറുങ്ങനെ ഒരു കറ പോലെ എന്തായാലും പിടിക്കും കേട്ടോ. അതെന്താണെന്ന് വെച്ചാൽ നമ്മൾ പോളിഷ് ചെയ്യുന്ന സമയത്ത് ബാത്റൂമിൻ്റെ ഡോറിൻ്റെ ഇടയിലൊക്കെ അങ്ങനെ വൃത്തിയായിട്ട് കിട്ടൂലല്ലോ, മാർബിൾ ആകുമ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടല്ലേ. അപ്പോൾ ആ ഒരു സ്ഥലത്തിലില്ല ശരിക്കും നല്ല വെട്ടിത്തിളങ്ങാന്ന് തന്നെ പറയും കേട്ടോ. നല്ല നമ്മുടെ ഉണ്ടായിരുന്ന ഈ ഒരു ബാത്റൂമിൽ ഇറങ്ങുന്ന ഭാഗത്ത്. അപ്പോൾ അതൊക്കെ നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും, ഞാൻ പറയേണ്ട ആവശ്യമില്ല അല്ലേ. അപ്പോൾ അതൊക്കെ നല്ല ക്ലീനായി വന്നിട്ടുണ്ട്. അടുത്തത് നമ്മുടെ ആ ഒരു ക്ലോസറ്റിനെയാണ് കേട്ടോ അവർ പണിയാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ ഇതുപോലെ നന്നായിട്ട് അടിച്ച് ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ ആദ്യം തന്നെ നമ്മുടെ ആ ഒരു EarthMuskൻ്റെ ആ ഒരു മൾട്ടിപർപ്പസ് ലിക്വിഡ് ഇല്ലേ, അത് യൂസ് ചെയ്യുക. എന്നിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കുക. എന്നിട്ടും പോവാതെ അടുത്ത കറകളാണെങ്കിൽ നിങ്ങൾ ആ ഒരു EarthHSR യൂസ് ചെയ്തിട്ട് പോക്കുക കേട്ടോ. അപ്പോൾ ആദ്യം അവർ നന്നായിട്ട് വരച്ച് നോക്കി. അപ്പോൾ അങ്ങനെ പോകാമെന്ന് കണ്ടില്ല, ഞാൻ പറഞ്ഞല്ലോ അത്രയും പോവാതെ നമ്മൾ മൈൻഡിൽ നിന്ന് വിട്ട കറയാണ് കേട്ടോ ഇത്. അപ്പോൾ അങ്ങനെ പോവാതെ കണ്ടിട്ട് ജസ്റ്റ് അവർ EarthHSR എടുത്തിട്ട് ഇത് ഈ ഒരു മഗ്ഗിൽ ഒഴിച്ചിട്ട് അത് വരച്ചിട്ടാണ് കേട്ടോ പിന്നീട് പോക്കിയത്. പിന്നെ ടപ്പേന്ന് പറഞ്ഞിട്ട് പോയിട്ടുണ്ട്, കാരണം പിന്നെ ആ ഒരു കറ കണ്ടിട്ടില്ല എന്ന് വേണ്ടിക്ക് പറയാം. എനിക്ക് തോന്നുന്നു 1 മിനിറ്റ് മാത്രമേ എടുത്തിട്ടുണ്ടാവും മൊത്തത്തിൽ ആ ഒരു ക്ലോസറ്റ് ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു സൈഡ് വരച്ചതിന് ശേഷം അവർ നന്നായിട്ട് കഴുകിയിട്ട് കാണിച്ചു തന്നിട്ട് എങ്ങനെയുണ്ട് എന്ന് ചോദിച്ചിട്ട് ശരിക്കും എന്താ പറയുക, നമുക്ക് അത്ഭുതം, ശരിക്കും ഞെട്ടി തന്നെ വേണ്ടിക്ക് പറയാം. കാരണം നിങ്ങൾക്കും ഇതിപ്പോൾ കാണുമ്പോൾ മനസ്സിലാവും, 2 സൈഡും നോക്കിയിട്ട് നിങ്ങൾ കമ്പയർ ചെയ്ത് നോക്കിയാൽ ഒരു സൈഡ് കണ്ടില്ല. ശരിക്കും നമ്മൾ നേരത്തെ കണ്ട ക്ലോസറ്റ് ഇതല്ലല്ലോ, മൊത്തത്തിൽ മാറ്റി മറിച്ചില്ലേ. അങ്ങനെ അവർ പിന്നെ ഫുള്ളായിട്ട് ക്ലീൻ ചെയ്ത് കാണിച്ചു തന്ന്. ശരിക്കും സത്യം പറയല്ലോ ഞെട്ടി തന്നെ പറയാം. എന്താ വെച്ചാൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളിത് ക്ലോസറ്റിന് എന്തെങ്കിലും വീട്ടിൽ പണിയെടുക്കുന്ന സമയത്ത് മാറ്റി വെക്കാന്നുള്ള രീതിക്കായിരുന്നു വെച്ചിട്ടുണ്ടായത് യൂസ് ചെയ്യാതെ. അങ്ങനെ കണ്ടില്ലേ, ഈ ഒരു മഗ്ഗിൽ അവർ EarthHSR ആണ് ഈ ഒരു ക്ലോസറ്റിന് വേണ്ടി യൂസ് ചെയ്തത്. അതെന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പറഞ്ഞല്ലോ ഭയങ്കര കടുത്ത കറയിനോ, ആദ്യത്തെ മൾട്ടിപർപ്പസ് ക്ലീനിങ് ലിക്വിഡ് ഇട്ടിട്ട് പോവാതെ കറയായത് കൊണ്ടാണ് കേട്ടോ ഇത് യൂസ് ചെയ്തത്. എന്നിട്ട് മറ്റേ നമ്മുടെ ആ ഒരു സാൻഡ് പേപ്പർ എന്ന് പറയുമല്ലോ, പൂയിക്കടലാസ് എന്ന് പറയുമല്ലോ, അങ്ങനത്തെ ആ ഒരു പേപ്പറാണ് കേട്ടോ ഇവരിത് ഉരയ്ക്കാൻ വേണ്ടി യൂസ് ചെയ്തത്. പക്ഷേ അതിൽ നമ്പർ ഉണ്ട്, A17 അങ്ങനെ എന്തോ ഒരു നമ്പർ ഉണ്ട്. ആ നമ്പർ ഉള്ളത് വാങ്ങിച്ചാൽ മതി എന്ന് അവർ പറഞ്ഞു. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ കൂടുതൽ റഫായിട്ടുള്ള ഭാഗമായിരിക്കില്ല, കുറച്ചൊരു സോഫ്റ്റോട് കൂടിയിട്ട് തന്നെ ഉണ്ടാവുമെന്ന് അവർ പറഞ്ഞു. ഏതോ അങ്ങനെ ഒരു നമ്പറേ. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് ഉരച്ചിട്ട് ക്ലീൻ ചെയ്യുന്നുണ്ട്. പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിട്ടോ. എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു 2 മിനിറ്റ് അങ്ങനെ ആയിട്ട് എടുത്തിട്ടുണ്ടാവും. പെട്ടെന്ന് തന്നെ ക്ലീൻ ആയിന്. അപ്പോൾ എങ്ങനെയുണ്ട് നമ്മുടെ ക്ലോസറ്റിൻ്റെ അവസ്ഥ? ഇപ്പോൾ നിങ്ങൾ ലൈവ് റിസൾട്ട് തന്നെയാണ് കണ്ടത്. കാരണം ഇതിപ്പോൾ ഞാൻ വീഡിയോ എടുത്ത് ചെയ്യുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ എന്തായാലും പറ്റിക്കില്ലല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തിൽ വാങ്ങിക്കേട്ടോ, അത്രയും നല്ല സാധനമാണ്. കാരണം നമ്മളും ശരിക്കും ഈ ഒരു ക്ലോസറ്റ് നമ്മൾ നേരിട്ട് മുന്നിൽ നിന്നല്ലേ അവരെ കാണുന്നത്. അപ്പം നമ്മൾ ഞെട്ടിപ്പോയി കേട്ടോ, കാരണം അങ്ങനത്തെ ഒരു ക്ലോസറ്റ് ആയിരുന്നല്ലോ അത്. അങ്ങനെ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ അവർ ജസ്റ്റ് വെള്ളമൊഴിച്ച് കഴുകിയിരുന്നു. അവരിങ്ങോട്ട് തന്നെ പറഞ്ഞു ഇതൊക്കെ പുതിയ ബാത്റൂമാണെന്ന് തോന്നുന്നുണ്ട്, ടൈലിലൊന്നും ഒട്ടും കറയില്ലല്ലോ എന്ന് അവരിങ്ങോട്ട് തന്നെ പറഞ്ഞു കേട്ടോ. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ വെള്ളമൊഴിച്ച് അങ്ങ് കളയാന്ന് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ കടുത്ത കറയൊക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് സ്റ്റീൽ സ്ക്രബ്ബറോ കാര്യങ്ങളോ ഇട്ടിട്ട് ക്ലീൻ ചെയ്യുക കേട്ടോ. പിന്നെ അടുത്തത് അവർ നമുക്ക് ക്ലീൻ ചെയ്ത് തന്നത് ഈ അക്യൂറത്തിൻ്റെ സൈഡിലില്ലേ, ഈ കോർണർ ഭാഗത്തൊക്കെ വരുന്നിടത്ത് ചെറുതായിട്ട് പൂപ്പൽ കൂടിക്കഴിഞ്ഞാൽ പോവാതെ പൂപ്പൽ പോലെ ഉണ്ടാവുമല്ലോ, അത് നന്നായിട്ട് അവർ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അത് അവർ ജസ്റ്റ് ഒന്ന് ആ ഒരു മൾട്ടിപർപ്പസ് ക്ലീനിങ് ലിക്വിഡ് ഇല്ല, അത് ജസ്റ്റ് ഒന്ന് ആക്കുമ്പോൾ തന്നെ നല്ല ക്ലീൻ ആയിട്ടുണ്ടായിരുന്നു. കാരണം അങ്ങനെ കട്ടപ്പിടിച്ചിട്ടില്ലേനും. അങ്ങനെ അക്വേറിയം നല്ല ക്ലീനാക്കി തന്നിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ വെള്ളമൊക്കെ നിറച്ച് മീനൊക്കെ അതിലേക്ക് തിരിച്ചിട്ടാണ് കേട്ടോ ഇത്.
അങ്ങനെ അടുത്ത ബാക്കി ഓരോന്നോരോന്നായിട്ട് അവർ ക്ലീൻ ചെയ്ത് ഇരുന്നുണ്ട് കേട്ടോ. അവർ നമ്മളോട് പറഞ്ഞ് പഴയ നോൺ സ്റ്റിക്ക് പാനോ അല്ലെങ്കിൽ നല്ല നിങ്ങൾ അത്രയും കഷ്ടപ്പെട്ടിട്ടും പോവാതെ പോലത്തെ ചീനച്ചട്ടിയും കാര്യങ്ങൾ അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞ് നമ്മളങ്ങനെ 1-2 പാത്രങ്ങളിൽ തപ്പിപ്പറക്കി കൊടുത്ത് കേട്ടോ. ശരിക്കും ഞെട്ടി തന്നെ പറയാം, അത്രയും ക്ലീൻ ആവുന്നുണ്ട്. കാരണം നമ്മൾ പോകില്ലെന്ന് കരുതിയിട്ട് ഉപയോഗിച്ചിട്ട പാത്രങ്ങളൊക്കെ കൊടുത്തത്. അപ്പോൾ അതൊക്കെ അത്രയും മാറുന്നുണ്ടെങ്കിൽ ചെറിയ ചെറിയ കറകളൊക്കെ ശരിക്കും മാറുമല്ലോ. അപ്പോൾ ഇത് അവർ ഓരോന്നായിട്ട് ഇവിടുന്ന് ക്ലീൻ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ കിച്ചണിലുള്ള സ്റ്റീലിൻ്റെ ബേസിനൊക്കെ ഇല്ല നല്ല തിളങ്ങുന്നുണ്ട് കേട്ടോ. ചെറിയ ചെറിയ പൂപ്പലൊക്കെ സൈഡിലുണ്ടെങ്കിൽ അതൊക്കെ പോകും. പിന്നെ മെയിനായിട്ട് ഞാൻ ഇതാ ഒരു കാര്യം കാണിച്ചു തരാം. ഇതുപോലത്തെ കറ എല്ലാവരുടെ വീട്ടിലുണ്ടാവും ചാൻസ് ഉണ്ട്. കാരണം ഞാൻ തന്നെ എവിടെയെങ്കിലും എല്ലാം വീട്ടിൽ വിരുന്ന് പോയാലോ അല്ലെങ്കിൽ എവിടെ പോയി കഴിഞ്ഞാൽ മിക്ക ബാത്റൂമിലും കാണുന്നൊരു അവസ്ഥയാണ് ഇത്. പൈപ്പിൽ നിന്ന് ചെറുതായിട്ട് വെള്ളം ലീക്ക് വന്നു കഴിഞ്ഞാൽ ആദ്യം പോകും, പിന്നെ കുറച്ച് കഴിയുന്തോറും ഒട്ടും പോകാത്ത അവസ്ഥയായിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു കറ കണ്ടില്ല, അവർ എത്ര പെട്ടെന്നല്ലേ പോക്കി തരുന്നത്. ഇങ്ങനത്തെ കറക്കൊക്കെ അവർ HSR ആണ് യൂസ് ചെയ്യുന്നത്. ആ ഒരു ബ്രൗൺ കളർ വെള്ളയില്ല, അതാണ് യൂസ് ചെയ്യുന്നത്. ശരിക്കും ഇത് കമ്പയർ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും. ഞാനിത് എഡിറ്റിങ്ങോ കാര്യങ്ങളോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ. ഈ ഒരു വീഡിയോ കണ്ടില്ലേ മൊത്തത്തിൽ പോകുന്നത്. കാരണം നമുക്ക് പോലും ഇത് വരച്ചിട്ട് പോകാതെ ആദ്യം പെട്ടെന്ന് പോകാറുണ്ടായിരുന്നു. പിന്നെ എന്താണെന്നറിയില്ല, കറ അത് കൂടി ഒട്ടും പോകാത്ത അവസ്ഥയായി. എന്നിട്ട് അതൊക്കെ കണ്ടില്ല പെട്ടെന്ന് തന്നെ അവർ ക്ലീൻ ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അതുപോലെ തന്നെ നിങ്ങൾ ഒരു കാര്യം ഇത്ര സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ, അവർ ഗ്ലൗസ് യൂസ് ചെയ്യാതെയാണ് കേട്ടോ ഈ ഒരു ലിക്വിഡ് വെച്ചിട്ട് ക്ലീൻ ചെയ്യുന്നത്. ജസ്റ്റ് ടോയ്ലറ്റിന് പിന്നെ നോർമലി നമ്മളെല്ലാവരും ടോയ്ലറ്റ് വരക്കുമ്പം ഗ്ലൗസ് യൂസ് ചെയ്യുമല്ലോ, അത് മാത്രമേ അവർ ചെയ്തിട്ടുള്ളൂ. ഇത്രയും സമയം എന്തെല്ലാം അവർ പണിയെടുത്തു, പക്ഷെ ഒട്ടും ഗ്ലൗസ് യൂസ് ചെയ്യില്ല. അവർ കയ്യിൽ ഒഴിച്ചിട്ട് തന്നെ എനിക്ക് ലൈവായിട്ട് കാണിച്ചു തന്നു. അവർ പറഞ്ഞ് ഒട്ടും കെമിക്കലൊന്നും ഇല്ല, കയ്യിൽ ഒഴിച്ചാലും ഒന്നും ഒരു പ്രശ്നവും, പക്ഷേ അവർ പറയുന്നുണ്ട് നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ ഞാനും നിങ്ങളോട് പറയുന്നത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ. അവരങ്ങനെ ചെയ്യുന്നുണ്ടെന്ന് വെച്ചാൽ നമ്മളങ്ങനെ ചെയ്യണമെന്നില്ല. കാരണം ഓരോ ആൾക്കാരുടെ സ്കിൻ ടൈപ്പ് വ്യത്യാസമുണ്ട്. അതുകൊണ്ട് തന്നെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല എന്ന് അവർ വാദിക്കുന്നുണ്ട്. എന്നാലും നമ്മൾ അതിനുള്ള മുൻകരുതൽ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. അതുകൊണ്ട് ഗ്ലൗസ് യൂസ് ചെയ്തിട്ട് തന്നെ എപ്പോഴും ഇങ്ങനത്തെ ലിക്വിഡും കാര്യങ്ങളും യൂസ് ചെയ്യും. അത് ഇതെന്നല്ല, ഏത് ബ്രാൻഡാണെങ്കിലും ഏത് കമ്പനിയുടേതാണെങ്കിലും നമ്മൾ ഇങ്ങനത്തെ ലിക്വിഡൊക്കെ ആദ്യമായിട്ട് ഉപയോഗിക്കുന്നതാണെങ്കിൽ എന്തായാലും ഗ്ലൗസ് നിർബന്ധമായിട്ട് യൂസ് ചെയ്യാം കേട്ടോ. അത് ഞാൻ നമ്മുടെ വ്യൂവേഴ്സിന് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ എന്തായാലും അങ്ങനെ ചെയ്യണേ. അപ്പോൾ ഏതാ കണ്ടില്ലേ വെട്ടിത്തിളങ്ങുന്ന കണ്ടില്ലേ ഈ ഒരു ടാപ്പിൻ്റെ അവസ്ഥ വന്നിട്ട്. അതുപോലെ തന്നെ നമ്മുടെ മതിലും മലി ഇതുപോലത്തെ പൂപ്പലും പായലെല്ലാം ഭയങ്കരമായിട്ട് ഉണ്ടാവില്ല. ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ പോയി കാര്യം, ഇതല്ലേ അവസ്ഥ ഉണ്ടാകുക. എത്ര നമ്മൾ വരച്ച് വൃത്തിയാക്കിയാലും കുറച്ച് കഴിയുമ്പോൾ ഈ ഒരു പച്ചപ്പെല്ലാം വന്നിട്ടുണ്ടാവും. എന്താ പറയുക, പൂപ്പലിൻ്റെ പച്ചപ്പല്ലേ. അപ്പോൾ അത് ഇതുപോലെ തന്നെ HSR യൂസ് ചെയ്തിട്ട് അവർ ക്ലീൻ ചെയ്ത് തരുന്നുണ്ട്. അപ്പോൾ ഇത് മൊത്തത്തിലൊന്നും ക്ലീൻ ചെയ്യിപ്പിച്ചിട്ടില്ല കേട്ടോ. കാരണം ജസ്റ്റ് അവർക്ക് പോകേണ്ട ടൈമും ആയതിനും. അപ്പോൾ അവർ പറഞ്ഞു ജസ്റ്റ് ഒരു വീഡിയോക്ക് വേണ്ടിയിട്ട് ഒരു ക്ലിപ്പ് എടുത്തോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ മാത്രമേ ക്ലീൻ ചെയ്തിട്ടുള്ളൂ. അതുപോലെ തന്നെ ഇപ്പം കണ്ടില്ലേ ഈ ഒരു മാർബിളിൻ്റെ അവസ്ഥ കണ്ടില്ലേ, ഇതെന്താ ഇങ്ങനെ ഒഴിക്കുന്നതെന്ന് ചോദിച്ചാൽ ഇത് നമ്മൾ പോളിഷ് ചെയ്യാതെ മാർബിളാണ് കേട്ടോ. പുറത്ത് വർക്ക് ഏരിയൻ്റെ സൈഡിലൊക്കെ നമ്മൾ അങ്ങനെ യൂസ് ചെയ്യാത്ത ഭാഗം ഉണ്ടാവില്ല, നമ്മളിങ്ങനെ ഓരോ സംഭവങ്ങളൊക്കെ വെക്കുന്നത്, അവിടെ മതിലിനോട് യോജിച്ചിട്ട് ഇങ്ങനെ പോളിഷ് ചെയ്യാതെ കുറച്ച് മാർബിളൊക്കെ വിരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിലിങ്ങനെ കറ പിടിച്ചതിന് പോളിഷ് ചെയ്യാതെ നമ്മൾ അങ്ങനെ പോകില്ലല്ലോ. അപ്പോൾ അതിനെയൊക്കെയാണ് കേട്ടോ അവർ പോക്കി തന്നെ. ശരിക്കും നല്ല എന്താ പറയുക, പുതിയ പോളിഷ് ചെയ്ത് വെച്ച മാർബിൾ പോലെ തന്നെ ഉണ്ട്. അപ്പോൾ വല്ലാണ്ട് അങ്ങ് ഞാൻ എഡിറ്റ് ചെയ്തിട്ടൊന്നുമില്ല കേട്ടോ ഈ ഒരു വീഡിയോ. ഇതൊക്കെ ഞാൻ മൊത്തത്തിൽ തന്നെ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവില്ലേ എന്താ ചേഞ്ചസ് എന്നുള്ളത്. അതൊന്നും ഞാൻ പറഞ്ഞേണ്ട ആവശ്യമില്ല. പിന്നെ എല്ലാവർക്കും ഉള്ള ഇടങ്ങാറാണ് ഇങ്ങനത്തെ തുരുമ്പിൻ്റെ കറ. നമ്മൾ എന്തെങ്കിലും ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയോ അല്ലെങ്കിൽ ഗ്യാസിൻ്റെ സിലിണ്ടറൊക്കെ വെച്ച് കഴിഞ്ഞാൽ മാർബിളിൽ പെട്ടെന്ന് ഇതുപോലത്തെ തുരുമ്പിൻ്റെ കറ വരും അല്ലേ. അത് ചില കറകൾ നമ്മൾ വരച്ച് കഴിഞ്ഞാൽ പോകും, ചിലതുണ്ട് ഒട്ടും തന്നെ പോവാതെ നമ്മൾ ഒഴിവാക്കിയിട്ട കറ. അപ്പോൾ അങ്ങനത്തെ കറയെല്ലാം എന്താ പറയുക, നിമിഷ നേരം കൊണ്ട് തന്നെ ഇവർ പോക്കി തന്നേട്ടാ. ശരിക്കും ജസ്റ്റ് ഒന്ന് അങ്ങനെ HSR ഒഴിക്കുന്നുണ്ട്, ഒന്നങ്ങ് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്ക് അത് അങ്ങ് പോകുന്ന കേട്ടാ. ഇപ്പോൾ നിങ്ങൾക്ക് കണ്ടില്ലേ, ഇത് ലൈവായിട്ട് നിങ്ങൾ കാണുന്നില്ലേ. അപ്പോൾ എന്തായാലും നിങ്ങൾ ധൈര്യത്തിൽ നമ്മുടെ EarthMuskൻ്റെ പ്രൊഡക്ട്സ് വാങ്ങിച്ചു കേട്ടോ. 150 രൂപയാണ് ഒരു ബോട്ടിലിന് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഏകദേശം ഒരു വർഷത്തിൻ്റെ മുകളിലായിട്ട് യൂസ് ചെയ്യാമെന്ന് അവർ പറയുന്നുണ്ട്. കാരണം നമ്മുടെ വീട്ടിൽ തന്നെ ഇപ്പോൾ ഇത്രയോ ഐറ്റംസ് ചെയ്തിട്ട് ആകെ 1-2 ആ ഒരു സ്പൂണായിട്ടാണ് കേട്ടോ അവർ എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഗ്യാസിൻ്റെ സിലിണ്ടർ വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഇത് കണ്ടില്ലേ വട്ടത്തിൽ ഇങ്ങനത്തെ ഒരു കല വരും, അതൊക്കെ പെട്ടെന്ന് പോവും. പിന്നെ വേറെ എന്താണ്, അതുപോലെ തന്നെ നമ്മുടെ EarthMuskൻ്റെ പ്രൊഡക്ട്സ് എന്ന് പറയുന്നത് അധികം അങ്ങനെ കേരളത്തിൽ വന്നിട്ടില്ല. പക്ഷേ അവർക്ക് കേരളത്തിൽ നിന്ന് ഒരുപാട് ഡിസ്ട്രിബ്യൂട്ടേഴ്സിന് ആവശ്യമുണ്ട് കേട്ടോ ഈ ഒരു പ്രൊഡക്റ്റ് കേരളത്തിൽ എല്ലാവരും സെയിൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഈ ഒരു EarthMuskൻ്റെ പ്രൊഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂട്ടേഴ്സായിട്ട് ജോയിൻ ചെയ്യാൻ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ അവരെ നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസും ലിങ്കും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, അവരെ കോൺടാക്റ്റ് ചെയ്യാം കേട്ടോ.
ശരിക്കും നമ്മുടെ കേരളത്തിൽ ഇങ്ങനത്തെ പ്രൊഡക്ട്സെല്ലാം നിർബന്ധമാണ്. കാരണം നമ്മളെപ്പോലത്തെ വീട്ടമ്മമാർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടല്ലോ ചില അഴുക്കും കാര്യങ്ങളൊക്കെ പോകാൻ വേണ്ടിയിട്ട്. നമ്മൾ എത്ര ഓരോ പ്രൊഡക്ട്സ് വാങ്ങി പരീക്ഷിച്ച് ഒരുപാട് പൈസയും കളയുന്നില്ലേ. ശരിക്കും സത്യം പറയാലോ, അതന്നെ എല്ലാവർക്കും എല്ലാ വീട്ടിലും നടക്കുന്ന അവസ്ഥ. പക്ഷേ ഇങ്ങനെ ഒരു ബോട്ടിൽ എർത്ത് മസ്കിൻ്റെ പ്രൊഡക്റ്റൊക്കെ വാങ്ങുകയെന്നുണ്ടെങ്കിൽ ഒരു 100-150 കൊടുത്തിട്ട് വാങ്ങിച്ച് കഴിഞ്ഞാൽ ഒരു കൊല്ലത്തിന് മേലെയൊക്കെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ അതിൽ ഏറ്റവും ബെസ്റ്റ്. അതുകൊണ്ട് തന്നെ ഡിസ്ട്രിബ്യൂട്ടേഴ്സ് ആവാൻ താല്പര്യമുള്ളവരൊക്കെ പെട്ടെന്ന് കോൺടാക്ട് ചെയ്ത് കേട്ടോ. നല്ലതല്ല നമ്മുടെ നാട്ടിലും ഇങ്ങനത്തെ പ്രൊഡക്റ്റൊക്കെ വന്നു കഴിഞ്ഞാൽ. അങ്ങനെ അവർ പെട്ടെന്ന് തന്നെ പോയി കേട്ടോ. അങ്ങനെ അവർ പോയതിന് ശേഷം നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് ഞാനൊന്ന് ജസ്റ്റ് ഈ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്ത് പരീക്ഷിച്ചിനേനു കേട്ടോ. അപ്പോൾ അത് നിങ്ങൾക്ക് കാണിച്ചു തരാം. എൻ്റെ ഈ ഒരു പാത്രം കാണുമ്പോൾ നിങ്ങൾ പുതിയതുപോലെ ഇല്ല അല്ലേ, ഉൾഭാഗമൊക്കെ കാണുമ്പോൾ ഏകദേശം 6 വർഷത്തിന് മേലെ കേട്ടോ നമ്മൾ വീട്ടിൽ കൂടിയതിന് ശേഷമേ യൂസ് ചെയ്യുന്ന പാത്രമാണ്. അപ്പോൾ പക്ഷേ അതിൻ്റെ അടിഭാഗം കണ്ടില്ലേ, ഏത് നോൺ സ്റ്റിക്ക് പാൻ്റെ ആണെങ്കിലും ഓയിലിൻ്റെയൊക്കെ പ്രശ്നം കൊണ്ട് അടിഭാഗം പെട്ടെന്ന് ഇങ്ങനെ ആകും അല്ലേ. എന്നാൽ ഉൾഭാഗമാണെങ്കിൽ ഭയങ്കര മൊഞ്ചുണ്ട്. ആരെങ്കിലും കണ്ടാൽ ചോദിക്കും പുതിയ പാത്രമാണോ എന്നുള്ളത്. അപ്പോൾ അതിൻ്റെ അടി തിരിച്ചു വെച്ചാൽ നമുക്കല്ലേ അതിൻ്റെ അവസ്ഥ അറിയുള്ളൂ. അപ്പോൾ ഈ ഒരു പ്രശ്നം എല്ലാ വീട്ടിലും ഉള്ളതാണ്. അങ്ങനെ ഞാൻ എന്താക്കി, ഈ ഒരു പാത്രം എനിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ വെച്ചിട്ട് അവർക്ക് കൊടുത്തില്ലേനു കേട്ടോ. അങ്ങനെ കണ്ടില്ലേ, ഞാൻ തന്നെ നിങ്ങൾക്ക് യൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലൈവ് റിസൾട്ട് കാണിച്ചു തരാണ്. അപ്പോൾ ഓയിൽ കറ എന്ന് പറയുന്നത് കുറച്ച് കടുത്ത കറിയായതുകൊണ്ട് EarthHSR ആദ്യം നമുക്ക് വേണ്ടിയെങ്കിൽ എർത്ത് മസ്കിൻ്റെ മൾട്ടിപർപ്പസ് ക്ലീനിങ് ലിക്വിഡ് യൂസ് ചെയ്ത് നോക്കാം. എന്നിട്ട് ജസ്റ്റ് പോകുന്നില്ല എന്നുണ്ടെങ്കിൽ EarthHSR നിർബന്ധമായിട്ട് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ പോവാതെ കറിയൊക്കെ ആണെങ്കിൽ കുറച്ച് സമയം ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഒഴിച്ച് വെക്കുക കേട്ടോ, സോക്ക് ചെയ്ത് വെക്കുക. അപ്പോൾ പെട്ടെന്ന് ഈസി ആയിട്ട് പോകാൻ കഴിയും. അപ്പോൾ ഇതുപോലെ സ്ക്രബ്ബറിൻ്റെ ബാക്ക് സൈഡിൽ കുറച്ചൊന്ന് റഫായിട്ട് വരുന്ന ഭാഗം അതിനെ കൊണ്ട് നന്നായിട്ട് വരച്ചിട്ടാണ് ഞാൻ പോക്കുന്നത്. അങ്ങനെ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് സ്റ്റീൽ ബോൾ ഇട്ടിട്ട് ഒന്ന് പതുക്കെ വരച്ചിട്ട് പോക്കിയെടുക്കുക. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇതിപ്പം വിശ്വാസമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. കാരണം ഞാൻ തന്നെ കാണിച്ചു തന്നില്ല, നല്ല ഭംഗിയില്ലേ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. എന്തായാലും ഈ ഒരു വീഡിയോ യൂസ്ഫുൾ ആവും തന്നെ വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കല്ലേ. അപ്പോൾ വീണ്ടും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് കാണാം. താങ്ക്